അതായത് ഞാനിങ്ങനെ സ്കൂട്ടിയിൽ ജസ്റ്റ് ഇപ്പം ഇറങ്ങി വരുമായിരുന്നു കുറച്ച് മുമ്പേ, ഇത് സംഭവിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ. അപ്പോൾ എന്നെ ആ പാലത്തിൻ്റെ സൈഡിൽ എന്നെ കവർ ചെയ്ത് ഈ വണ്ടി പോയപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്പീഡിൻ്റെ ആരോട് എനിക്കെന്തോ ഒന്ന് തോന്നിപ്പോയി. എനിക്കൊരു അപകട സാധ്യത, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ പുറകെ വന്ന് ഞാനിങ്ങനെ ഈ ടേണിങ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കാണുന്നുണ്ട് ആ വണ്ടീൻ്റെ ബാക്ക് സൈഡിലെ ബാക്ക് പമ്പറൊക്കെ ഇളകിയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഈ സ്ഥലത്തെത്തി, സ്പോട്ടിലെത്തിയപ്പോൾ സംഭവം അവർ ഇടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ബാക്കിൽ നിന്ന് ഇവിടെ സ്കിഡായിട്ടുണ്ട്, അതിൻ്റെ ടയർ സ്കിഡായിട്ട് അതിന് അൺകൺട്രോൾ ആയിട്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇവർ തട്ടിയത് ഞാൻ കണ്ടില്ല. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന കുറച്ച് പിന്നെ ബംഗാളികളുണ്ട്. അവർ വന്നിട്ട് അടുത്ത് നിൽക്കുന്നു, തൊടുന്നില്ല. അപ്പം ഞാനവിടെ ഞാൻ സ്കൂട്ടിയിലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂടി പിന്നെ ആ വണ്ടിയിൽ കയറ്റി ആ ഒരു ഓപ്പൺ പിക്കപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് സംഭവിച്ചത് ഒരു സ്വിഫ്റ്റ് വണ്ടിയാണ്, ഒരു വൈറ്റ് കളറ്. അത് അവർ എന്തോ ഒരു സീരിയസ് കേസായിട്ട്, എമർജൻസി കേസായിട്ട് ഇവിടെ അൽഫൽ ഈ തൊട്ടടുത്ത ക്ലിനിക്കിൽ വന്നാന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എന്തോ കേസാണ് എന്നാണ് കേട്ടത്. സത്യാവസ്ഥ അറിയില്ല. പിന്നെ അവരെന്തായാലും പിന്നെ ഇവിടെ വന്ന് സന്ദർശിച്ചൊന്നുമില്ല, അങ്ങ് പോയി എന്നാണ് കേൾക്കുന്നത്. വളാഞ്ചേരി പൂക്കാട്രിയിൽ വാഹനാപകടം. വളാഞ്ചേരി പൂക്കാട്രിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 10:15 കൂടിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വളാഞ്ചേരി ഭാഗത്തു നിന്നും പോകുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വളപുരം സ്വദേശികളായ പെരിങ്ങോടൻ ഫവാസ്, ഫാസിൽ എന്നീ സഹോദരങ്ങൾക്ക് കാലിൽ ഗുരുതര പരിക്കേൽക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തൊട്ടടുത്ത് നിർത്തിയിട്ട JCBയുടെ ടയറിൽ പോയി ഇടിക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട കാറിൽ വെങ്ങാട് സ്വദേശി മൊയ്തീൻകുട്ടിക്ക് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോകും വഴിയാണ് അപകടമുണ്ടായത്. ഇയാൾ മരണപ്പെടുകയും ചെയ്തു. കാർ അമിത വേഗതയിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അവിടെ ഏതൊരു വാഗനർ ഇതുപോലെ തന്നെ അപകട സാധ്യത ഉണ്ടായിട്ട് അവർ സേഫ് ആക്കിയിട്ട് എങ്ങോട്ട് സൈഡിൽ കയറ്റിപ്പോയി, ഏതോ പൊന്തയിലെല്ലാം കയറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. എവിടേക്കോ തട്ടിയിട്ടാണ് വരുന്നത്, അത് നമുക്ക് ഉറപ്പാണ്. കാരണം അതിന്റെ ബാക്ക് ബമ്പറും ഒക്കെ ഇളകിയിട്ടുണ്ട്. ബാക്ക് ബമ്പർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ശരിക്കും കണ്ടതാണ്. ആണെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരിക്കലും നമുക്ക് പിന്നെ അവർ പോലും ഹോസ്പിറ്റലിലേക്ക് എത്താത്ത രീതിയിലാണ് അവർ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. കാരണം അൺകൺട്രോൾ ആണ് വണ്ടി. അവർക്ക് ഒരിക്കലും എന്തോ ഭാഗ്യത്തിന് അവർ അല്പം എത്തി എന്നാ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു അൺകൺട്രോൾ ആയിട്ടാണ് അവർ പോകുന്നത് വണ്ടി കൊണ്ട്. നാട്ടുകാർ ചേർന്നാണ് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികരെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.